മൂന്നാറിൽ വനം വകുപ്പിനെ പ്രതിസന്ധിയിലാക്കി നവമാധ്യമങ്ങളിൽ വ്യാജ പ്രചരണം. ഏതാനും ദിവസം മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്നായിരുന്നു വ്യാജ പ്രചരണം. എന്നാൽ ഇപ്പോൾ ഒരു നാടിനെയാകെ ഭീതിയിലാഴ്ത്തി പഴമൂന്നാറിൽ കരടി ഇറങ്ങിയെന്നാണ് പ്രചാരണം. വനംവകുപ്പിന്റെ അന്വേഷണത്തിൽ പ്രചരിപ്പിച്ച ചിത്രം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. ഇത് പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട വനംവകുപ്പ് മൂന്നാർ പോലീസിൽ പരാതി നൽകി. മൂന്നാർ മേഖലയിലെ വിവിധയിടങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമായി വരുന്ന സാഹചര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന വ്യാജ പ്രചരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് തലവേദനയായി മാറുന്നു. കഴിഞ്ഞ ദിവസം പഴയ മൂന്നാർ വർക്ക്ഷോപ്പ് ക്ലബിന് സമീപം കരടി ഇറങ്ങിയെന്ന തരത്തിൽ ചിത്രങ്ങൾ പ്രചരിച്ചിരുന്നു. വിവരമറിഞ്ഞ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രിയിലെത്തി പരിശോധനയും നടത്തി. പിന്നീട് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കരടിയുടെ ചിത്രം വ്യാജമായി നിർമ്മിച്ച് പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായത്. ഇതോടെ വനം വകുപ്പ് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മൂന്നാർ പോലീസിൽ പരാതി നൽകി. ഇത്തരം വ്യാജ പ്രചരണം വനം വകുപ്പിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതിനൊപ്പം ജനങ്ങൾക്കിടയിൽ ഭീതിയും ആശങ്കയും വർദ്ധിപ്പിക്കുന്നു. നമ്മൾ AI ക്രിയേഷൻ ആയിട്ടാണ് മനസ്സിലാവുന്നത്. ഇപ്പം നിരന്തരമായിട്ട് ഇത് ആവർത്തിക്കപ്പെടുകയാണ്. ജനങ്ങൾ ഇപ്പം വലിയ പരിഭ്രാന്തിയൊക്കെ ഉണ്ടാകുന്നു, ഞങ്ങളുടെ ജോലിഭാരം കൂടുന്നു. അപ്പം ഇത്തവണ നമ്മൾ നിയമ നടപടി സ്വീകരിക്കും, കർശനമായ നടപടി സ്വീകരിക്കും. ഇവിടെ പ്രചരിപ്പിച്ച ഏതാനും ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത്. അപ്പം നമ്മൾ അതിന്റെ തുടർ നടപടി ഉറപ്പായിട്ട് സ്വീകരിക്കും. നമ്മൾ കുറെ ആളുകളുടെ പേര് കിട്ടിയിട്ടുണ്ട്. ആ പേര് നമ്മൾ പോലീസിലേക്ക് കൈമാറും. ഇന്ന ആളുകളാണ് ഇത് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെതിരെ നടപടി, തുടർ നടപടി പോലീസ് ആയിരിക്കുമല്ലോ സ്വീകരിക്കുന്നത്. പോലീസിൽ പരാതി നൽകും, ഇന്ന് കൊടുക്കും, ഉച്ചയ്ക്ക് ശേഷം കൊടുക്കും. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാട്ടുപ്പെട്ടിയിൽ കടുവ ഇറങ്ങിയെന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും പ്രചരിച്ചിരുന്നു. ഇതാകട്ടെ കേരളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളായിരുന്നില്ല. ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുന്ന തരത്തിലുള്ള ഇത്തരം വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകിയെങ്കിലും വീണ്ടും തുടരുന്ന സാഹചര്യമാണുള്ളത്. കൈരളി ന്യൂസ്, ഇടുക്കി.